അപ്പോഴേ നമ്മുടെ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതാണ് കറി. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പെട്ടെന്നൊന്നും പറയുകയില്ല, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും പറയത്തില്ല. അത് ശരിക്കും ഇതിൻ്റെ വ്യൂ വരുന്നില്ല. ഇന്നൊരപ്പവും കറിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് കണ്ടാൽ ഇത് എന്താണെന്ന് മനസ്സിലാകുകയില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാനിത് കാണിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ കേട്ടോ, അത് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് ചില സാധനങ്ങൾ ഞാനിങ്ങനെ എല്ലാം ടിപ്പാന്ന് പറഞ്ഞില്ലേ, എനിക്ക് കൂടുതൽ ടിപ്സാണ്. അപ്പം ടിപ്സിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ കറിയുടെ അപ്പം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ കറി ഇതുപോലെ ആരും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനല്ലേ എന്തെങ്കിലുമൊക്കെ തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞാൻ തന്നെയല്ലേ കഴിക്കുന്നത്. എനിക്ക് മനസ്സിന് തോന്നുന്ന പോലെ ചില സാധനങ്ങൾ വേസ്റ്റാകാതെ, അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അത് എന്താണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാപ്പിയുടെ എന്താണെന്ന് നോക്കാം. ഇന്നലെ അരച്ച് വെച്ചതാണ് ഇച്ചിരി അപ്പത്തിന് മാവ്. അപ്പം ഇത് അതിനുള്ള സാധനങ്ങൾ, കടുക് പൊട്ടിച്ചിടാനുള്ള സാധനങ്ങളാണ്. അപ്പം ഇതതിന് ചേർക്കേണ്ട മസാലയാണ്. ഈ മുട്ട ഞാൻ പുഴുങ്ങാതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് തീർക്കാൻ നോക്കിയിട്ട് തീരുന്നില്ല. കുറച്ച് പൊട്ടറ്റോ പൗഡർ, ഇതെങ്ങനെയെങ്കിലും ഇത് തീർക്കണം. അതുകൊണ്ട് അത് ഇതിനകത്തിടുക. അപ്പം ഇത് പാലിനുള്ള തേങ്ങ ചിരണ്ടിയതില്ലായിരുന്നേ. അപ്പം ഞാൻ ഇതങ്ങ് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരല്പം നെയ്യ് ചേർക്കാം, കുറച്ച് ടേസ്റ്റ് മാത്രം. ഫുള്ള് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മസാലകളൊക്കെ ചേർത്ത് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമുക്ക് കടുകങ്ങിടാം. കടുകിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനകത്തോട്ട് നമുക്ക് സവാളയാണ്. ഇതെല്ലാം കൂടെ അങ്ങ് ഇടാം, കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് 1 ഗ്രാമ്പുണ്ട്, 1 ഏലക്കയുണ്ട്, 1 മുറി പിന്നെ എല്ലാം കുറച്ചൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ കരിവേപ്പില, ഉള്ളി എല്ലാം കൂടെ അങ്ങ് ഇടുക. ഗരം മസാല ഉള്ളതുകൊണ്ട് പിന്നെ 1 ഗ്രാമ്പു 1 ഏലക്കയൊക്കെ ചേർത്തുള്ളൂ. കാരണം 2 മുട്ടയുടെ കറിയുള്ളൂ. എന്തുമായാലും അധികമായാൽ അമൃതം വിഷം. അപ്പോൾ ഇത് മതി. ഇതൊന്ന് വാടി വരട്ടെ. ചില ഉപ്പുടങ്ങി ചേർത്തേക്കാം. അപ്പോഴേ നമ്മുടെ ഉള്ളി വാടി വന്നു. പിന്നെ ഈ മുട്ടക്കറിക്ക് ഒത്തിരി അങ്ങ് ബ്രൗൺ ആകേണ്ടത് കേട്ടോ. ചിക്കനൊക്കെയാണ് ഏറ്റവും ബ്രൗണാണ്, ഇതിനധികം ബ്രൗൺ ആകേണ്ടത്. കുറച്ച് നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുക. ഈ കറിയിൽ നെയ്യ് അങ്ങ് പോകാൻ വേണ്ടി ഇതെല്ലാം ടിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്പൂണിലെ നെയ്യ് ഫുള്ള് അങ്ങ് വീഴാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നെയ്യ് അങ്ങ് മുഴുവൻ അതിലായിക്കോളും. പിന്നെ അതിലേക്ക് നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഞാനങ്ങ് ഇടുക കേട്ടോ. ഇത് കുറച്ച് ഞാൻ സാധാരണ മല്ലിപ്പൊടി ചേർക്കുകയല്ല, ഇപ്പോൾ അടുത്ത കാലത്ത് ചേർക്കാൻ തുടങ്ങിയ. മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുറച്ച് മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. ഇത് കുരുമുളക് പൊടി, ഇത് ഗരം മസാല. ഗരം മസാല ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു, എന്നാലും മുട്ടയിട്ട് ഉളുമ്പി വയ്ക്കാതിരിക്കുക. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇത് 2ാം പാലുണ്ടായിരുന്നേ ഒഴിക്കാനും ഇല്ല. അപ്പോഴേ ഞാനെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ തേങ്ങ അരച്ചതിന് ചേർത്ത് പിന്നെ ആ തേങ്ങ അരച്ച് ചേർത്തതിൻ്റെ കൂടെ ഇതൊക്കെ എൻ്റേതായിട്ടുള്ളതാണ് കേട്ടോ. ഇത് അവസാനം ചേർക്കുന്നതാണ് നല്ലത്. ഇത് എൻ്റെ ചില മെത്തേഡാണ് കേട്ടോ. കാരണം
ഈ പൊട്ടറ്റോ പൗഡർ ഒന്ന് വേകണമല്ലോ. അപ്പം പിന്നെ തേങ്ങ ആദ്യം അങ്ങ് ചേർക്കുന്നതല്ലേ നല്ല, വെറുതെ വെള്ളം ചേർക്കണ്ടല്ലോ, കുറച്ച് ചാറ് മതിയല്ലോ. ഇതെല്ലാം ഞാൻ എൻ്റേതായിട്ടുള്ള ഇതെനിക്കറിയാം അവസാനമാണ് ഈ തേങ്ങാപ്പാൽ ചേർക്കേണ്ടതെന്നോ അത് തിളയ്ക്കുന്നതിന് മുമ്പ് എടുക്കണമെന്നൊക്കെ അറിയാം. ഇത് എൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകളാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്യുന്നത്. അത് ഞാൻ തന്നെയല്ലേ കൂട്ടുന്നത്, അപ്പോൾ ആരും ഒന്നും പറയുകയല്ല. അപ്പോൾ ചേർക്കേണ്ട എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനിയും ഇത് ഒന്ന് 2 മിനിറ്റ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചേക്കാം. കാരണം ഇനി 1 മിനിറ്റ് ഞാനൊന്ന് മൂടി വെക്കാൻ പോവാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ മുട്ട ഇങ്ങനെ ഒഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഇത് പുഴുങ്ങി മുട്ട ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. തേങ്ങാപ്പാലൊഴിച്ച് മുട്ട പുഴുങ്ങി 2ആയിട്ട് മുറിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിപ്പം ഞാൻ എല്ലാം അങ്ങ് ശീലിക്കുമെന്ന് പറഞ്ഞില്ലേ, എല്ലാമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോഴേ ഇത് ഇളക്കണോ ഇളക്കണ്ടയോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇളക്കാതെ ഉണ്ടാക്കാം, പിന്നെ എല്ലായിടത്തും ഒരുപോലെ ആയിക്കോട്ടെ, അതുകൊണ്ട് ഞാനിതങ്ങ് ഇളക്കുകയാണ്. ഒരു മുട്ടയുടെ ഉണ്ണി അങ്ങനെ തന്നെ ബാക്കിയുള്ളതിന് ഇളക്കി 1 മിനിറ്റ് മൂടി വെച്ചാൽ കറിയായി. ഇപ്പം മുട്ട മൂടി വെക്കണമെന്നില്ല, കാരണം മുട്ട ഇപ്പം പെട്ടെന്ന് അങ്ങ് വേകും. ഇത് ഇരുമ്പിയനിച്ചൊക്കെ ഇതിനകത്ത് വെച്ചേക്കില്ല, ഇത് പാത്രത്തിലങ്ങ് പോരാ. അപ്പം മുട്ടയുടെ ഉണ്ണി വേണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ചില കുറുകിയിരിക്കുന്നു, സാരമില്ല, ഒരപ്പം കഴിക്കാൻ ഇതായാലും 2 സ്പൂൺ മതി. എല്ലാം ആരെയും ബോധ്യപ്പെടുത്തി എന്നല്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, എളുപ്പം കാര്യം നടക്കുന്നവർക്കൊക്കെയുള്ള ചില ടിപ്പുകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അല്ല വലിയ വിപുലമായിട്ട് 5-6 പേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ കുറച്ച് മുട്ട പുഴുങ്ങി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മസാലയൊക്കെ എല്ലാം റെഡിയായിട്ട് ഒക്കെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതിപ്പം മതി, ഓക്കെ ആയി കേട്ടോ, ഇത്രയും മതി. മുട്ട ഇപ്പം വെന്ത് കാണും. അതിൻ്റെ ഒരെണ്ണം ഉണ്ണിയേ ഉള്ളൂ, ബാക്കി ഞാനങ്ങനെ അതെന്ത് ചെയ്യുന്ന കാണുന്നില്ല, ഇതൊണ്ടായിരിക്കും. അപ്പോൾ ഇനിയും ഈ മാവുണ്ടല്ലോ, മാവ് കൊണ്ട് ഓരോ അപ്പം ഉണ്ടാക്കും. ഇതേ കുറച്ചെടുക്കും, ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇത് 2ഉം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, നാളെ രാവിലെ ഉണ്ടാക്കും. ഓക്കെ, ഇതെനിക്കൊരു 4 ദിവസം ഉറപ്പായിട്ട് ഇതും കൊണ്ട് ഇത് മതിയാവും. ഈ മാവിനുള്ള കറി ഉണ്ടല്ലോ, ഇത് നമുക്ക് പിന്നെയും ലൈറ്റ് ആകുക. ഓഫ് ചെയ്തേക്കാം. ഓക്കെ.